ഒരിക്കൽ അകപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം ആളുകളെ പ്രണയപരവശരാക്കി മാറ്റുന്ന മെഡൂസ ദേവതയുടെ ലോഗോ പതിപ്പിച്ച വേഴ്സാഷെ ബ്രാൻഡ്. വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസൈനുകൾക്കും പേര് കേട്ട ഈ ഫാഷൻ ബ്രാൻഡിന്റെ ഇന്നത്തെ മൂല്യം $1 ബില്യൺ ആണ്. എന്നാൽ ഈ കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ റെജിയോ കലാബ്രിയ എന്ന ഇറ്റലിയിലെ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞിരുന്ന സിറ്റിയെ കുറിച്ച് പറയണം. ആ ചെറിയ പട്ടണത്തിൽ നിന്നും ഫാഷൻ ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ഒരു ആൺകുട്ടിയെ കുറിച്ച് പറയണം. അതിലെല്ലാം ഉപരി ഈ സക്സസ്ഫുൾ ബ്രാൻഡിനെ ലോകം അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു ഗൺ പോയിന്റിൽ കൊല ചെയ്യപ്പെട്ട ഇതിന്റെ ഫൗണ്ടർ ജിയാനി വേഴ്സാഷെയുടെ കഥ പറയണം. 1946 ഇറ്റലിയിലെ റെജിയോ കലാബ്രിയ എന്ന ചെറിയ പട്ടണത്തിലാണ് ജിയാനി വേഴ്സാഷെ ജനിക്കുന്നത്. വളരെ കുറച്ച് ജോലി അവസരങ്ങളുള്ള ദരിദ്രമായ ഒരു പട്ടണമായിരുന്നു അത്. ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും നിരക്ഷരരായിരുന്നു. അതുകൊണ്ട് തന്നെ കൽക്കരി തൊഴിലാളികളായിട്ടും കൃഷിപ്പണിക്കാരായും ആളുകൾ അവിടെ ജോലി ചെയ്തു പോന്നു. പലരും ഇനിയും മികച്ച തൊഴിലവസരങ്ങൾക്കായി ആ നാട് വിട്ടു. അങ്ങനെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ വളരെ മോശമായ സ്ഥലത്താണ് വേഴ്സാഷെ തന്റെ കുട്ടിക്കാലം ചെലവഴിക്കുന്നത്. അവന്റെ അച്ഛൻ അന്റോണിയോ ഒരു അപ്ലയൻസ് സെയിൽസ്മാനും അമ്മ ഫ്രാൻസിസ്കെ ഒരു ഡ്രസ് മേക്കറുമായിരുന്നു. ജിയാനി വേഴ്സാഷെ കൂടാതെ അവർക്ക് 2 മക്കളുണ്ടായിരുന്നു, സാന്റോയും ഫോർത്തുനാറ്റയും. 1952 ഒരു കാർണിവൽ യാത്രക്കിടെ അവന്റെ സഹോദരിക്ക് കാൽമുട്ടിൽ ഒരു ചെറിയ മുറിവുണ്ടാകുകയും ടെറ്റനസ് പിടിപെടുകയും ചെയ്തു. നിർഭാഗ്യവശാൽ തെറ്റായ മരുന്ന് നൽകിയാണ് ഡോക്ടർ അവളെ ചികിത്സിച്ചത്. അങ്ങനെ വെറും 24 മണിക്കൂറിനുള്ളിൽ തന്റെ 10ാമത്തെ വയസ്സിൽ ഫോർത്തുനാറ്റ മരണപ്പെട്ടു. അന്ന് ധരിച്ചിരുന്ന അവളുടെ പാർട്ടി ഡ്രസ്സിലായിരുന്നു അവളെ അടക്കം ചെയ്തത്. ഈ വേർപാടിലൂടെ വലിയ ദുഃഖത്തിലായിരുന്ന ജിയാനിയുടെ മാതാപിതാക്കൾ മറ്റൊരു കുട്ടി കൂടെ വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡൊണാറ്റെല്ല ജനിക്കുന്നത്. അവളുടെ ജനന സമയത്ത് ജിയാനിക്ക് വെറും 10 വയസ്സ് മാത്രമാണ് പ്രായം. അങ്ങനെ അവർ അടുത്ത സുഹൃത്തുക്കളായി മാറി. ഡൊണാറ്റെല്ലയ്ക്കൊപ്പം അവനും വീട്ടിലും ഷോപ്പിലുമായി മാറി മാറി നിൽക്കാൻ തുടങ്ങി. അധിക സമയവും ജിയാനി അമ്മയുടെ ഡ്രസ് ഷോപ്പിൽ തന്നെ ചിലവഴിച്ചു. പക്ഷേ ഇത് അവന്റെ അമ്മയിൽ വലിയ രീതിയിൽ തന്നെ ആശങ്ക ഉണർത്തിയിരുന്നു. കാരണം തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിക്കുന്നതിലും കൂടുതൽ സമയം ജിയാനി തള്ളി നീക്കിയത് അവളുടെ ഷോപ്പിലായിരുന്നു. മാത്രമല്ല ഒഴിവു സമയങ്ങളിലൊക്കെയും അവൻ കടൽ തീരത്തേക്ക് പോയി കടൽ നോക്കിയിരിക്കും. എന്തിന് ക്ലാസ് വരെ കട്ടാക്കി കടൽ കാണാൻ പോയിരുന്നു ജിയാനി. തന്റെ അമ്മ കൊടുക്കുന്ന പൈസയും മറ്റ് അലവൻസും ഒക്കെ ചേർത്ത് ഡ്രസ്സുകളും ഫാഷൻ മാഗസിനുകളുമായിരുന്നു ജിയാനി കൂടുതലായി വാങ്ങിയത്. അങ്ങനെ കോളേജ് സമയം തുടങ്ങി. ഒരിക്കൽ വളരെ അപ്രതീക്ഷിതമായി അവന്റെ അമ്മയെ ഒരു പാരന്റ് ടീച്ചർ കോൺഫറൻസിനായിട്ട് ആ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. ടീച്ചർ അവന്റെ നോട്ട് ബുക്കുകളെല്ലാം അമ്മയെ കാണിച്ചു നൽകി. പക്ഷേ അതിലെല്ലാം സ്ത്രീകളുടെ രേഖാചിത്രങ്ങളായിരുന്നു. ഇതെല്ലാം കണ്ട ടീച്ചർ അവനൊരു പേര് നൽകി, സെക്സ് മാനിയാക്ക്. പക്ഷെ ജിയാനിയുടെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ആ ചിത്രങ്ങളിലെല്ലാം സ്ത്രീകളെക്കാളും കൂടുതൽ അവൻ ശ്രദ്ധ നൽകിയത് അവരണിഞ്ഞ വസ്ത്രങ്ങൾക്കായിരുന്നു. പിന്നീട് ജിയാനി ആ കോളേജിലെ പരീക്ഷ പോലും ഒഴിവാക്കി. ഡിപ്ലോമ ലഭിക്കാത്തതിനാൽ അയാളുടെ പിതാവ് വലിയ രീതിയിൽ തന്നെ ജിയാനിയെ വഴക്കു പറഞ്ഞു. നിന്റെ ജീവിതം നശിപ്പിക്കുകയാണ് ജിയാനി എന്ന് അയാൾ ആവർത്തിച്ച് അവനോട് പറഞ്ഞു. പക്ഷെ താൻ എന്താകണമെന്ന് ജിയാനിക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അമ്മയുടെ ഡ്രസ് ഷോപ്പിൽ മുഴുവൻ സമയവും ജിയാനി ജോലിക്ക് പോയി തുടങ്ങി. ഫാഷൻ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാവുന്നതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നു. ജിയാനിയുടെ ഇൻട്രസ്റ്റ് കണ്ട അമ്മ 1965 അവന് 19 വയസ്സുള്ളപ്പോൾ ആ വർക്ക്ഷോപ്പിന് തൊട്ടടുത്തായി ഒരു ബോട്ടിക് അവനായിട്ട് തുറക്കാൻ തീരുമാനിച്ചു. ആ കൊച്ചു കടയ്ക്ക് അവൻ നൽകിയ പേര് ഇതായിരുന്നു, LD ഫ്രാൻസിസ്കെ വേഴ്സാഷെ. അതൊരു തുടക്കമായിരുന്നു. ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും കോടീശ്വരന്മാരാക്കി മാറ്റാൻ ജിയാനിയുടെ ആദ്യ ചുവടുവെപ്പ്. ഏതൊരു ബിസിനസ്സുകാരനെയും പോലെ തന്റെ സംരംഭം വിജയം കാണാൻ അയാളും യാത്ര തുടങ്ങി. യൂറോപ്പ് മുഴുവനും കറങ്ങി ജിയാനി ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചു. കാൾ ലാഗർഫെൽഡിനെ പോലെ പ്രശസ്തരായ നിരവധി ഡിസൈനർമാരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അയാൾ മടങ്ങിയെത്തി. പക്ഷേ അവൻ തിരികെ വന്നപ്പോൾ കൊണ്ടുവന്ന ഡിസൈനുകൾ അയാളുടെ അമ്മയെ ആകെ അമ്പരപ്പിച്ചു. കാരണം ചെറിയ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങളായിരുന്നു അതിലധികവും. സ്ത്രീകളുടെ കാലുകളൊക്കെ കാണുന്ന രീതിയിലുള്ള ഷോർട്ട് കോക്ടെയിൽ ഡ്രസ്സുകൾ മുതൽ പല മോഡലുകൾ. എന്നാൽ ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് എന്താണ് വേണ്ടതെന്ന് ജിയാനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ആ നാട്ടിലെ യുവതികൾ മുഴുവൻ ആ ബോട്ടിക്കിലേക്ക് ഒഴുകിയെത്തി തുടങ്ങി. ജിയാനി തന്റെ ഏറ്റവും പുതിയ ഫാഷനുകൾ ഉപയോഗിച്ച് തന്റെ ബോട്ടിക് സ്റ്റോക്ക് ചെയ്തു. ഒരുവിധം വസ്ത്ര നിർമ്മാതാക്കളെയൊക്കെയും പരിചയപ്പെട്ട് വരുമ്പോഴാണ് ഫ്ലോറന്റൈൻ ഫ്ലവേഴ്സ് എന്ന ബ്രാൻഡിന്റെ ഉടമകളെ ജിയാനി കണ്ടുമുട്ടുന്നത്. ജിയാനി എപ്പോഴും കയ്യിൽ കരുതുന്ന അവന്റെ സ്കെച്ച് ബുക്കിലെ ഡിസൈനുകൾ കണ്ടപ്പോൾ അവർ വലിയ രീതിയിൽ തന്നെ വണ്ടറായി തുടങ്ങി. തങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ അവർ ജിയാനിയെ ക്ഷണിച്ചു. ആ ക്ഷണം ഉടൻ തന്നെ അയാൾ അംഗീകരിച്ചു. ടസ്കാനിയയിലേക്ക് താമസം മാറി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അയാളുടെ ഡിസൈനുകൾ ആ ബ്രാൻഡിൽ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുകയുണ്ടായി. അങ്ങനെ ആ കമ്പനി മേധാവികൾ ഫോക്സ് വാഗൻ കൺവെർട്ടിബിളിന്റെ ഒരു കാർ തന്നെ ജിയാനിക്ക് സമ്മാനമായി നൽകി. പിന്നീട് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തോന്നിയ ജിയാനി മിലാൻ ഫാഷൻ വേൾഡിലേക്ക് പോകാനുള്ള സമയം കണ്ടെത്തി. കലാഹൻ, ജെന്നി, കോംബ്ലിസ്, മരിയോ വലന്റിനോ തുടങ്ങിയ ബ്രാൻഡുകൾക്കായി ഡിസൈൻസ് രൂപകൽപ്പന ചെയ്തുകൊണ്ട് അദ്ദേഹം ഫ്രീലാൻസ് ചെയ്യാൻ തുടങ്ങി. അതിനോടകം തന്നെ ഈ ഇൻഡസ്ട്രിയിൽ അയാൾ വലിയ വാല്യൂ ഉണ്ടാക്കിയെടുത്തിരുന്നു. 6 വർഷക്കാലം ജിയാനി മിലാൻ ഫാഷൻ വ്യവസായത്തിലെ ആളുകളുമായി ചേർന്ന് പ്രവർത്തിച്ചു. അവിടെ ഒരു മികച്ച നെറ്റ്വർക്ക് തന്നെ അയാൾ ആ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. ഇനി ഈ ലോകത്തിന് മുന്നിൽ ആരാണ് ജിയാനി വേഴ്സാഷെ എന്ന് കാണിച്ചു കൊടുക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. തന്റെ പോർട്ട്ഫോളിയോയിലെ ഓരോ മികച്ച പീസും മിലാനിലെ ഒരു ഫേമസ് ആർട്ട് മ്യൂസിയത്തിൽ അയാൾ പ്രദർശിപ്പിച്ചു. ജനങ്ങൾക്ക് ആ ശൈലി നന്നായി ബോധിച്ചു തുടങ്ങി. ഒരു ബ്രാൻഡിൽ നിന്ന് മാറി ഓരോ
ആളുകളും മികച്ച ഡിസൈൻ നിർമ്മിച്ച് നൽകാൻ ജിയാനിയെ നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് തുടങ്ങി. ഇപ്പോഴും തന്റെ ഡിസൈൻ വേറിട്ട് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ സ്വയം ഒരു ഫാഷൻ ബ്രാൻഡ് തന്നെ ലോഞ്ച് ചെയ്യാമെന്ന തീരുമാനത്തിൽ ജിയാനി എത്തി. പക്ഷേ ഒരു വലിയ മൂലധനം തന്നെ ഇതിനാവശ്യമുണ്ടായിരുന്നു. ഇറ്റലിയിലെ ഒരു സമ്പന്ന കുടുംബം ജിയാനിക്ക് പിന്തുണ നൽകി. അങ്ങനെ 1978 തന്റെ 32ാമത്തെ വയസ്സിൽ അയാൾ തന്റെ സ്വന്തം ഫാഷൻ ബ്രാൻഡ് ലോഞ്ച് ചെയ്തു, ജിയാനി വേഴ്സാഷെ SPA. ഫാഷൻ ഇൻഡസ്ട്രിയിലെ എല്ലാ നെറ്റ്വർക്കിംഗും ശരിക്കും ഫലം കണ്ടു. തന്റെ സഹോദരൻ സാന്റോയെ കമ്പനി CEO ആയും സഹോദരി ഡൊണാറ്റെല്ലയെ വൈസ് പ്രസിഡന്റായും അയാൾ നിയമിച്ചു. മിലാനിലെ ഏറ്റവും മികച്ച ലൊക്കേഷനിൽ ആദ്യ ഷോപ്പ് തുറക്കുമ്പോൾ അതിൽ ഒരൊറ്റ റാക്കിൽ മാത്രമേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നുള്ളൂ, അതോടൊപ്പം ഡിസ്പ്ലേ പീസസും. പക്ഷേ അയാൾ കൊടുത്ത ഓരോ ഡിസ്പ്ലേയും കണ്ണെടുക്കാൻ കഴിയാത്തതുപോലെയായിരുന്നു. സ്ത്രീകൾ ഇരച്ചു കയറാൻ അത് ധാരാളമായിരുന്നു. മികച്ച ലാഭത്തിൽ തന്നെ ആ ഷോപ്പ് റൺ ചെയ്തു തുടങ്ങി. ഈ സമയം ജിയാനിയുടെ സഹോദരി ഡൊണാറ്റെല്ല താനും ഒരു ഫാഷൻ ഡിസൈനർ ആകണമെന്ന് തീരുമാനിച്ചു. ഡൊണാറ്റെല്ലയ്ക്ക് അവളുടെ ഡിസൈനുകൾ ഈ വേഴ്സാഷെ സ്റ്റോറിൽ തന്നെ വിൽക്കാൻ കഴിയും എന്നതും ഒരു പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ അർമാനി ഡ്രസ്സസ് ദ വൈഫ്, വേഴ്സാഷെ ഡ്രസ്സസ് ദ മിസ്ട്രസ് എന്ന രീതിയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ആ സമയം കമ്പനിയെ തേടിയെത്തി. പക്ഷേ കമ്പനിയുടെ ഗ്രാഫ് അപ്പോഴും മുകളിലേക്ക് തന്നെയായിരുന്നു. അങ്ങനെ വേഴ്സാഷെയെ വേൾഡ് വൈഡ് ആക്കാൻ ജിയാനി തീരുമാനിച്ചു. 1979 ചൈനയിൽ തന്റെ ആദ്യ സ്റ്റോർ തുറന്നു. ആ സമയത്ത് പൊതുവെ മറ്റു ഫാഷൻ ബ്രാൻഡുകളൊക്കെ ഏഷ്യൻ വിപണി അവഗണിച്ച് വരികയായിരുന്നു. എന്നാൽ വേഴ്സാഷെ അവിടെയും ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നു. അവിടുത്തെ മികച്ച ബ്രാൻഡുകളിലൊന്നായി ഇത് മാറി. 1980കളിൽ അമേരിക്കയിലുടനീളം വേഴ്സാഷെ സ്റ്റോറുകൾ തുറന്നു. മാർക്കറ്റിംഗിലേക്ക് കൂടുതലായി നോക്കേണ്ട കാര്യം ആ ബ്രാൻഡിനില്ലായിരുന്നു. എൽട്ടൺ ജോൺ, മൈക്കൽ ജാക്സൺ, ഡയാന രാജകുമാരി തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികളെ കൊണ്ട് വേഴ്സാഷെ ഡ്രസ്സ് ധരിപ്പിച്ച് നൽകി അതിന്റെ ഫോട്ടോ എടുത്ത് ഗോസിപ്പ് മാസികകളിലിട്ട് അവർ ആ മാർക്കറ്റ് പിടിച്ചു. ഈ തന്ത്രത്തിലൂടെ ശരവേഗത്തിൽ ബ്രാൻഡ് ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങി. പിന്നീട് 1994 എലിസബത്ത് ഹാലി എന്നൊരു നടി ഫോർ വെഡിങ്സ് ആൻഡ് എ ഫ്യൂണറൽ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സേഫ്റ്റി പിൻ വേഴ്സാഷെ വസ്ത്രം ധരിച്ച് എത്തിച്ചേർന്നു. ഇത് വലിയ രീതിയിൽ തന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി. എലിസബത്തിന്റെ കരിയർ വാനോളം ഉയർന്നു. ഇന്നും ആ മോഡൽ വലിയ രീതിയിൽ പ്രശസ്തമാണ്. എന്നാൽ സമ്പന്നർക്കും പ്രശസ്തർക്കും മാത്രമല്ലാതെ സാധാരണക്കാർക്കും താങ്ങാനാവുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകാൻ ജിയാനി ആഗ്രഹിച്ചു. അവർക്ക് വേഴ്സാഷെ ഗൗൺ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ പെർഫ്യൂമോ ഒരു ജോഡി സൺഗ്ലാസോ വാങ്ങാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വേഴ്സാഷെ മാർക്കറ്റിൽ എത്തിച്ചു. പക്ഷേ ഈ ബ്രാൻഡ് ലോകമെമ്പാടും കാട്ടുതീ പോലെ പടർന്നപ്പോൾ പുറം ലോകം അറിയാത്ത ഒരു വലിയ രഹസ്യം ജിയാനി മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വേഴ്സാഷെ ബ്രാൻഡിന്റെ ഫൗണ്ടറായ ജിയാനി വെർസാഷെ ആന്റണിയോ ഡി അമീക്കോ എന്ന മനുഷ്യനുമായി അഗാധമായ പ്രണയത്തിലായിരുന്നു. അയാൾ ഒരു സ്വവർഗ അനുരാഗിയായിരുന്നു. കമ്പനിയുടെ പ്രശസ്തിക്ക് ഈ കാര്യം ഹാനികരമാകുമെന്ന് ജിയാനിയുടെ കുടുംബം ഭയപ്പെട്ടതുകൊണ്ട് തന്നെ ഈ കാര്യം അവർ മറച്ചുവെച്ചു, അതും വർഷങ്ങളോളം. അങ്ങനെ 1992 മിയാമിയിലെ ഒരു സൗത്ത് ബീച്ചിൽ അന്റോണിയോയ്ക്കൊപ്പം ജിയാനി ഒരു മാൻഷൻ വാങ്ങി. അവിടെ സ്വവർഗാനുരാഗികൾ ഒത്തുകൂടുന്ന നിശാ ക്ലബ്ബുകളിൽ ഇവർ പതിവായി പോകുമായിരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് 1993 ആ ഞെട്ടിക്കുന്ന കാര്യം ഇവർ അറിയുന്നത്. ജിയാനി വേഴ്സാഷിന്റെ ചെവിക്കുള്ളിൽ ക്യാൻസർ ഉണ്ട്. ആ വാർത്തയുടെ ആഘാതം മാറുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ദുരന്തവും കൂടെ സംഭവിച്ചു. അയാൾ HIV പോസിറ്റീവാണ്. ആശങ്കകളില്ലാതെ മുന്നോട്ട് നീങ്ങിയ ജീവിതം പിന്നീട് കഠിനമായി തുടങ്ങി. ജിയാനി മരണത്തെ വലിയ രീതിയിൽ തന്നെ ഭയപ്പെട്ടു. ഭയം പുറകെ കൂടിയതോടെ അസുഖങ്ങളെ തുടർന്ന് താൻ മരണപ്പെട്ടാലെന്ന് കരുതി അവസാന വിൽപത്രം വരെ എഴുതി. പക്ഷേ ഈ അസുഖങ്ങളൊക്കെ തന്റെ ജീവൻ എടുക്കുന്നതിന് മുൻപ് തന്നെ താൻ കൊല്ലപ്പെടുമെന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. 1997 ജൂലൈ 15 മിയാമിയിൽ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതായിരുന്നു ജിയാനി. അവിടെ ഒരു കപ്പ് കാപ്പിയും ഒരു വോഗ് മാസികയും എടുത്ത് വിശ്രമിക്കാനിരുന്ന അയാൾക്ക് നേരെ ആൻഡ്രൂ ക്യുനാനൻ എന്ന 27-കാരൻ ഓടിയെടുത്തു. കയ്യിലുണ്ടായിരുന്ന തോക്ക് പുറത്തെടുത്ത് ഒരു എക്സിക്യൂഷൻ ശൈലിയിൽ തന്നെ ജിയാനി വേഴ്സാഷെ അയാൾ വെടിവെച്ചിട്ടു. തെളിവെടുപ്പിനായി പോലീസ് എത്തിയപ്പോൾ ജിയാനിയുടെ നിർജീവമായ ശരീരത്തിന് തൊട്ടടുത്ത് ഒരു പ്രാവും വെടികൊണ്ട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഡസൻ കണക്കിന് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ 2000-ലധികം ആളുകൾ ജിയാനി വേഴ്സാഷെയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ലോകമെമ്പാടും അത് ടെലികാസ്റ്റ് ചെയ്തു. ജിയാനി കൊല്ലപ്പെട്ട് കൃത്യം 8 ദിവസത്തിന് ശേഷം ആൻഡ്രൂവിനെ ഒരു ബോട്ട് ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അയാൾ ഒന്നിലധികം സംസ്ഥാനങ്ങൾ തിരയുന്ന ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. മാത്രമല്ല FBI വേട്ടയാടുന്ന അമേരിക്കയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ വരെയുള്ള ക്രിമിനലായിരുന്നു ആൻഡ്രൂ ക്യുനാനൻ. പക്ഷേ ജയിലിൽ പോകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ സ്വയം ജീവനൊടുക്കി. ഇതേ തുടർന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ആൻഡ്രൂവും ജിയാനിയുമായി മുൻപ് സംസാരമോ പ്രശ്നങ്ങളോ ഒന്നുമില്ലെന്ന് കണ്ടെത്തിയെങ്കിലും ഒരേ ഒരു സാമ്യം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ആൻഡ്രൂവും ഒരു ഗേ ആയിരുന്നു. പക്ഷേ ആ കൊലപാതകം അയാൾ എന്തിനു നടത്തി എന്നുള്ളത് ഇന്നും ഒരു രഹസ്യമായി തന്നെ തുടർന്നു. ജിയാനി വേഴ്സാഷെയുടെ മരണസമയത്ത് വേഴ്സാഷെ ബ്രാൻഡിന്റെ മൂല്യം $807 മില്യൺ ആയിരുന്നു. തന്റെ സഹോദരങ്ങൾക്കെല്ലാം കൃത്യമായി സമ്പത്ത് വിൽപത്രത്തിൽ ഭാഗം വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു ജിയാനി. എന്നാൽ അതിശയകരം എന്ന് പറയട്ടെ, കമ്പനിയുടെ 50% ഷെയറും ജിയാനിയുടെ മരുമകളായ അലഗ്ര വേഴ്സാഷെ ബേക്കിന്റെ അടുത്തേക്ക് പോയി. അലഗ്രയ്ക്ക് 18 വയസ്സുള്ളപ്പോൾ അവൾ വേഴ്സാഷെ ബോർഡിൽ ചേർന്നു. പക്ഷേ വേഴ്സാഷെ ബ്രാൻഡിന്റെ പുതിയ മുഖമാകാൻ ആ കുട്ടി ആഗ്രഹിച്ചില്ല. അറ്റൻഷൻ ലഭിക്കുന്നതിന് വലിയ രീതിയിൽ തന്നെ അവൾ വെറുത്തു. ജിയാനിയുടെ മരണത്തിന്
മരണത്തിന് ശേഷം നിരവധി കമ്പനികൾ ആ കുടുംബത്തെ സമീപിച്ചു. വേഴ്സാഷെ ബ്രാൻഡ് ഏറ്റെടുക്കാൻ $1 മില്യൺ വരെ വാഗ്ദാനം നൽകി. എന്നാൽ ആ കുടുംബം ആ കമ്പനിയെ മുറുക്കെ പിടിച്ചു. ജിയാനിയുടെ ലെഗസി കൈവിട്ട് കളയണ്ട എന്നവർ ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് ജിയാനിയുടെ സഹോദരി ഡൊണാറ്റിലെ ഡിസൈൻ ചെയ്ത് ഗ്രാമി അവാർഡിന് ജെന്നിഫർ ലോപ്പസ് ധരിച്ച വസ്ത്രം വലിയ രീതിയിൽ കയ്യടികൾ നേടി. പക്ഷേ ബിസിനസ് ഇത്രയും വലിയ രീതിയിൽ വിജയിച്ചെങ്കിലും ജിയാനിയെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം ആ കുടുംബത്തെ വിട്ടുപോയിട്ടില്ല. സഹോദരന്റെ മരണശേഷം അവൾ ശരിക്കും കഷ്ടപ്പെട്ടു. പിന്നീട് അതിൽ നിന്ന് മുക്തി നേടാനായി മയക്കുമരുന്നിന് വരെ അടിമപ്പെട്ടു. ജിയാനിയുടെ മരണശേഷം വേഴ്സാഷെ ബ്രാൻഡിനെ ഓടിക്കാനുള്ള അവളുടെ കഴിവിൽ ആരും വിശ്വസിച്ചില്ല. ഇത് അവളുടെ ആത്മവിശ്വാസത്തെ കൂടുതൽ നശിപ്പിക്കുകയും നോർമലാകാനായിട്ട് വീണ്ടും വീണ്ടും മയക്കുമരുന്നുകൾ കഴിക്കുകയും ചെയ്തു. പലതവണ അവൾക്ക് സ്വനിയന്ത്രണം തന്നെ വിട്ടുപോയി. ഒടുവിൽ റീഹാബിലിറ്റേഷൻ ക്യാമ്പിലേക്ക് പോകാമെന്ന് അവർ സമ്മതിച്ചു. ഈ സമയമൊക്കെയും ബ്രാൻഡ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. അങ്ങനെ 2014 ഇനി ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുറത്തുനിന്നുള്ള സഹായം തേടേണ്ട സമയമാണെന്ന് അവർ തീരുമാനിച്ചു. തുടക്കത്തിൽ കമ്പനിയുടെ 20% ബ്ലാക്ക്സ്റ്റോൺ ഗ്രൂപ്പ് എന്ന സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനത്തിന് വിറ്റു. കൂടാതെ ജൊനാഥൻ ആക്രോയിഡ് എന്ന പുതിയ സിഇഒയെ നിയമിച്ചു. അവിടെ നിന്നും അയാൾ ആ ബ്രാൻഡിനെ വീണ്ടും ട്രാക്കിലെത്തിച്ചു. 2018 കാപ്രി ഹോൾഡിംഗ്സ് $2 ബില്യൺ വേഴ്സാഷെ ബ്രാൻഡ് വാങ്ങി. ഡോണയ്ക്കും സാന്റയ്ക്കും കമ്പനിയിൽ അവരുടെ ജോലി നിലനിർത്താൻ അവസരം ലഭിച്ചു. ഇന്നും അവർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. മാത്രമല്ല വേഴ്സാഷെ കുടുംബത്തിന് $176 മില്യൺ ഓഹരികളും വിട്ടു നൽകി. ഇറ്റലിയിലെ ഒരു കൊച്ചു പട്ടണത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഷോപ്പ് ഒരു $multi-billion ഫാഷൻ ബ്രാൻഡായി മാറിയ കഥയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഉടമസ്ഥരും കരാറും എല്ലാം മാറി മറിഞ്ഞിട്ടും വേഴ്സാഷെ എന്ന ബ്രാൻഡ് നെയിമിൽ ഇന്നും ആ ബ്രാൻഡ് തിളങ്ങി നിൽക്കുന്നു.